ഹലോ ഗൈസ്, സുഗമോ ദ്വീപിൽ ഒടുവിൽ അങ്ങനെ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന നിമിഷങ്ങൾ. അതേ കൂട്ടുകാരെ, ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയായിട്ട് അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ മേരി തോമസ് നമ്മുടെ സിദ്ധാർത്ഥിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ മേരി തോമസിന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബലരാമന്റെ തന്റെയും മകളാണല്ലോ തനുജ. ആ ഒരു സംഘർഷത്തിനിടയിൽ ബലരാമൻ തന്നെ ആ ഒരു മാനസിക സംഘർഷം താങ്ങാനാവാതെ സ്വയം ആത്മഹത്യ ചെയ്തതാണെന്നുള്ള ഒരു കാര്യം നമ്മുടെ മേരി തോമസിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ മേരി തോമസ് ആയിരിക്കും ഇനി സിദ്ധാർത്ഥിന് വേണ്ടിയുള്ള എല്ലാ ചരടുകളും വലിക്കുന്നതും നമ്മുടെ സിദ്ധാർത്ഥൻ ഒടുവിൽ ആ ജയിലിൽ നിന്നും ഇറങ്ങുന്നതും. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥൻ പഴയ ആ ഒരു പ്രൗഢിയില് ചന്ദ്രോത്ത് വീടും തിരികെ പിടിച്ചെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആ ഒരു പഴയ പ്രൗഢിയിലോട്ട് നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം എത്തുന്നു. നമ്മുടെ മേരി തോമസ് സിദ്ധാർത്ഥിനെ കാണാൻ വരുന്നു. ആ മകളെ സംരക്ഷിച്ചതിന് വേണ്ടി ആ ഒരു സിദ്ധാർത്ഥന്റെ കാൽക്കൽ വീണ് ആ ഒരു മാപ്പ് പറഞ്ഞു. ഇത്രയും നാളും ഇവർക്ക് വേണ്ടിയാണല്ലോ ഈ സിദ്ധാർത്ഥൻ ഈ പഴി മൊത്തം കേട്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ മേരി തോമസ് സിദ്ധാർത്ഥന്റെ കാൽക്കൽ വന്ന് വീണ് മാപ്പ് പറയുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കൂട്ടുകാരെ നമുക്ക് സുഖം